തിരുവനന്തപുരം വാഴോട്ടുകോണം വാർഡ് കൗൺസിലർ ആർ സുഗതനെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത നടപടിക്കെതിരെ CI വിപിന്റെ വസതിയിലേക്ക് വട്ടിയൂർക്കാവ് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടന്നിരിക്കുന്നു. ആ മാർച്ച് പോലീസ് തടഞ്ഞു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. കൂടുതൽ വിവരങ്ങളുമായി ശാലിനി ചേരുന്നു. ശാലിനി, നമുക്കറിയാം തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാർഡ് കൗൺസിലർ ആർ സുഗതനെ കള്ളക്കേസിൽ കുടുക്കിയ CI ആണ് വിപിൻ. ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വസതിയിലേക്കാണ് ഇപ്പോൾ യുവമോർച്ച മാർച്ച് നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ജലപീരങ്കി കൊണ്ട് മാർച്ചിനെ തടുക്കുകയാണ് പോലീസ്. കൂടുതൽ വിവരങ്ങൾ ശാലിനി. വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് തിരുവനന്തപുരം നഗരസഭയുടെ കീഴിലെ വാഴോട്ടുകോണം വാർഡിൻ്റെ കൗൺസിലർ BJPയുടെ ആർ സുഖതന് എതിരെ കള്ളക്കേസുകൾ വെക്കുകയും കാപ്പ ചുമത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ രീതിയിലുള്ള സംഘർഷം, വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് തലസ്ഥാന നഗരം കടക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിനെതിരെ കാപ്പ ചുമത്തിക്കൊണ്ട് കഴിഞ്ഞ 8-ാം തീയതി തിങ്കളാഴ്ച രാത്രിയോടുകൂടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി പോലീസ് അറസ്റ്റ് ചെയ്തത്. അന്ന് വട്ടിയൂർക്കാവ് സ്റ്റേഷനിലെ CI വിപിൻ, ഒപ്പം തന്നെ അഭിജിത്ത് അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ നടന്നത് വലിയ രീതിയിലുള്ള അതിക്രമങ്ങളായിരുന്നു. വീട്ടിൽ കയറി ഭാര്യയെയും സുഗതനെയും അടക്കം ഇതിൽ സംഘർഷമുണ്ടാക്കി. അവിടെ നിന്ന് അവരെ അറസ്റ്റ് ചെയ്തു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഒരുപക്ഷേ ഒരു നാടക രംഗങ്ങൾ അവിടെ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ പശ്ചാത്തലത്തിൽ ഈ അറസ്റ്റ് കള്ളക്കേസാണെന്നും ഒപ്പം തന്നെ അറസ്റ്റ് നടപടി ശരിയായ രീതിയിലല്ല എന്ന് പറഞ്ഞുകൊണ്ടുമാണ് BJP കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവിടെ പ്രതിഷേധങ്ങൾ നടത്തുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ BJP യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തിയത്. പ്രതിഷേധ മാർച്ചിന് നേരെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. അതിൽ പ്രവർത്തകർക്ക് പരിക്കുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രവർത്തകർ ഇവിടെ റോഡിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കടക്കണം. വട്ടിയൂർക്കാവിലെ CI വിപിൻ്റെ വീടിന് നേരെയായിരുന്നു, അല്ലെങ്കിൽ വിപിൻ്റെ വീട്ടിലേക്കായിരുന്നു യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ആ പ്രതിഷേധ മാർച്ചാണ് ഇപ്പോൾ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചവർക്ക് പരിക്കുകൾ ഏറ്റിട്ടുള്ളത്. എന്തായാലും സമരം അവസാനിപ്പിക്കില്ല എന്നുള്ളതാണ് യുവമോർച്ച പ്രഖ്യാപിച്ചിട്ടുള്ളത്. കാരണം കള്ളക്കേസാണ്, വ്യാജ കേസുകളാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുള്ളത് എന്നുള്ള ഒരു ജനപ്രതിനിധി ആയിരിക്കെ ആ ജനപ്രതിനിധിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ സ്വീകരിക്കേണ്ട സ്വാഭാവികമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നില്ല എന്നുള്ളതാണ് BJP പ്രവർത്തകരും യുവമോർച്ച പ്രവർത്തകരും പറയുന്നത്. ഇതിൻ്റെ ഭാഗമായി നിയമ നടപടികൾ അവർ തുടരുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ തലസ്ഥാന ജില്ലയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ മാർച്ചിനും പ്രതിഷേധങ്ങൾക്കും BJP തുടക്കമിട്ടിരിക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ബാരിക്കേഡുകൾ മറികടക്കാനുള്ള ശ്രമത്തിനിടയിലാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. ആ ജലപീരങ്കിയിലാണ് ഒരു പ്രവർത്തകൻ വീണത്. അദ്ദേഹത്തിന് പരിക്കുകളുണ്ട്. അദ്ദേഹത്തിനെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നടപടി പോലീസ് സ്വീകരിക്കുകയാണ്. പോലീസിന്റെ ആംബുലൻസിൽ അദ്ദേഹത്തിന് ഇവിടുന്ന് മാറ്റാനുള്ള നടപടി സ്വീകരിക്കുന്നു. മറ്റ് പ്രവർത്തകർ ഇവിടെ തന്നെ തുടരുകയാണ്, പിന്നോട്ട് പോകില്ല എന്നുള്ളതാണ് BJP തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവമോർച്ച നടത്തുന്ന ഈ പ്രതിഷേധ മാർച്ചിൽ അവർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. എന്തായാലും പിന്നോട്ടില്ല എന്നുള്ളതാണ്. CI വിപിൻ കഴിഞ്ഞ കുറേ നാളുകളായി ആ സുഗതനെതിരെ സ്വീകരിക്കുന്ന നടപടികൾ, നിലപാടുകൾ അത് വലിയ രീതിയിൽ പ്രതിഷേധത്തിന് വഴിവെച്ചിട്ടുണ്ട്. ആ പ്രതിഷേധം നിൽക്കെ തന്നെയാണ് കഴിഞ്ഞ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള വ്യാജ കേസുകൾ എടുക്കുകയും ആ വ്യാജ കേസുകളുടെ തുടർച്ച എന്നോണം ഇപ്പോൾ ഇത്തരത്തിലൊരു കാപ്പ ചുമത്തുകയും ആ കാപ്പയിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ആ നിയമ നടപടി ഒരു ഭാഗത്ത് യുവമോർച്ച സ്വീകരിക്കുന്നു, ഒപ്പം തന്നെ BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവർ സ്വീകരിക്കുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ യുവമോർച്ചയുടെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് CI വിപിൻ്റെ വീട്ടിലേക്ക് നടത്തിയിട്ടുള്ളത്. എന്തായാലും പ്രവർത്തകർ പിന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. ഒരു റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ ഇപ്പോഴും ഈ വട്ടിയൂർക്കാവിലെ പനങ്കര ആ സ്ഥലത്തെ CI വിപിൻ്റെ വീടിന് മുൻപിൽ തടിച്ചുകൂടിയിരിക്കുകയാണ്. പ്രതിഷേധം തുടരുകയാണ്. വിനോദ, അങ്ങനെ തന്നെയാണ് ശാലിനി. അപ്പോൾ ഈ ആർ സുഗതനെതിരായ കള്ളക്കേസുകൾ, പ്രത്യേകിച്ചും കാപ്പ പോലുള്ള കരിനിയമങ്ങൾ ചാർത്തിക്കൊണ്ട് സുഗതനെ തുറുങ്കലിലടയ്ക്കാനുള്ള ഗൂഢശ്രമമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ള ആക്ഷേപം BJP നേതൃത്വം നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ഇതിന്മേൽ കാപ്പ നിയമം നിലനിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് കൂടി തേടിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ജില്ലാ കളക്ടർ ഇക്കാര്യത്തിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ടോ? ഈ സുഗതന് ജാമ്യം തേടുന്നതിനുള്ള നിയമ നടപടികൾ ഏത് ഘട്ടത്തിലാണ്? അത്തരം വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ശാലിനി? നിലവിൽ ഒരാഴ്ച പിന്നിട്ടിരിക്കുന്നു. സുഗതന്റെ ഈ കാപ്പ കേസിലെ അറസ്റ്റ് നടന്നിട്ട്
നിയമ നടപടികൾ BJP തുടരുകയാണ്. കാരണം സുഗതനെ വിട്ടുകൊടുക്കില്ല പോലീസിന് ഇത്തരത്തിലൊരു അനധികൃതമായിട്ടുള്ള കേസുകൾക്കും അല്ലെങ്കിൽ അത്തരത്തിലൊരു ജനപ്രതിനിധിയെ അങ്ങനെ പോലീസിന് കയ്യാമം വെക്കാനും അതിനുവേണ്ടി വിട്ടുകൊടുക്കില്ല എന്നുള്ളതാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നിലപാട് അറിയിച്ചിട്ടുള്ളത്. BJPയുടെ തിരുവനന്തപുരം ജില്ലാ സിറ്റി അധ്യക്ഷൻ കൂടിയായിട്ടുള്ള കരമന ജയനും സമാനമായി തന്നെ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. കാരണം നിയമ നടപടി തുടരും എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. തൊട്ടു പിന്നാലെ തന്നെ തിരുവനന്തപുരം നഗരസഭ മേയറും അത് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. കാരണം 51 അംഗ ഭരണസമിതി, ആ ഭരണസമിതിയെ താഴെ ഇറക്കാൻ വേണ്ടി നടന്നിട്ടുള്ള ഒരു കരുതിക്കൂട്ടിയുള്ള ഇടപെടലാണ് സുഗതന്റെ ഈ അറസ്റ്റും സുഗതന് എതിരായിട്ടുള്ള നിയമ നടപടികളും ഒപ്പം തന്നെ ഈ കള്ളക്കേസുകളും എന്നുള്ളതാണ് BJP സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. ആ ഘട്ടത്തിൽ സുഗതന്റെ സംരക്ഷണ കവചം ഒരുക്കും എന്നുള്ളതാണ് BJP അറിയിച്ചിട്ടുമുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇക്കാര്യത്തിൽ അലയടിക്കുകയാണ്. നമുക്കറിയാം വട്ടിയൂർക്കാവ് എന്ന് പറയുന്ന നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ VK പ്രശാന്ത് അടക്കമുള്ളവർ നടത്തിയിട്ടുള്ള അഴിമതി കെടുകാര്യസ്ഥതയൊക്കെ അക്കമിട്ട് നിരത്തി വീഡിയോ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയും അത് വോട്ടർമാരിലേക്ക് എത്തിക്കുകയും ഒക്കെ ചെയ്തത് സുഗതനാണ്. അന്നു മുതൽ തുടങ്ങി അദ്ദേഹത്തിനെതിരെ തോന്നിയിട്ടുള്ള വ്യക്തി വൈരാഗ്യം അത് ഇപ്പോഴും തുടരുന്നുണ്ട്. അതിൻ്റെ ഒരു തുടർച്ച എന്നോണമാണ് ഇടത് അനുകൂല പോലീസ് ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഈ ഒരു പോലീസ് നടപടി എന്നുള്ളതാണ് BJP ആരോപിക്കുന്നത്. നമുക്കറിയാം തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത് CPMന്റെ കുത്തക മണ്ഡലമാണ് എന്ന് അവർ അവകാശപ്പെട്ടതാണ്. ആ മണ്ഡലത്തിലാണ് വലിയ രീതിയിലുള്ളൊരു അട്ടിമറി വിജയം ഇത്തവണ ആ നിയോജക മണ്ഡലത്തിന് കീഴിൽ വിവിധ വാർഡുകളിൽ ഏകദേശം 9ഓളം ഇടങ്ങളിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം BJP കാഴ്ചവെക്കുകയും ചെയ്തു. അവിടെയാണ് സുഗതൻ അടക്കമുള്ളവർക്കെതിരെ വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം ഇപ്പോൾ CPM തീർക്കുന്നത്. CPMന്റെ ഇഷ്ടക്കാരായിട്ടുള്ള 2 പോലീസ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ശ്രമം നടത്തുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അവർ ആരോപിക്കുകയും ചെയ്തത്. 2 പ്രവർത്തകർക്കാണ് ഈ ജലപീരങ്കിയിൽ ഇപ്പോൾ പരിക്കേറ്റിട്ടുള്ളത്. ഒരാളെ പോലീസ് വാഹനത്തിലും മറ്റൊരാളെ സ്വകാര്യ വാഹനത്തിലും ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ നമുക്കറിയാം തലസ്ഥാന ജില്ലയിൽ ഇന്ന് ഒരു അവധി ദിവസമായിട്ട് പോലും ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ആളിക്കത്തുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും കൗൺസിൽ യോഗങ്ങളിൽ കഴിഞ്ഞ 2 കൗൺസിൽ യോഗങ്ങളിലും സുഗതൻ പങ്കെടുത്തിട്ടില്ല. അപ്പോൾ സുഗതൻ ഇനി ഒരു കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ അയോഗ്യനാക്കണമെന്നുള്ളൊരു നിലപാട് CPM കൗൺസിലിൽ സ്വീകരിക്കുന്നുണ്ട്. സമാനമായി തന്നെ കോൺഗ്രസും അതേ നിലപാട് സ്വീകരിക്കുകയാണ്. അവിടെയാണ് അതായത് പ്രതിഷേധങ്ങൾ ഒരു ഭാഗത്ത് BJP നടത്തുന്നു, അതിനിടയിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കളി CPMഉം UDFും നടത്തുകയാണ്. അതിനെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധം ആളിക്കത്തുന്നത്. നീതി വേണം, നീതി നടപ്പിലാക്കണം, ജനപ്രതിനിധിയെ അറസ്റ്റ് ചെയ്തത് ശരിയായ രീതിയിലല്ല എന്ന ഈ ആവശ്യങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം തുടരുന്നത്. എന്തായാലും പ്രതിഷേധക്കാർ ഈ റോഡിൽ പ്രതിഷേധം തുടരുകയാണ്. 2 പ്രവർത്തകർക്ക് ജലപീരങ്കിയിൽ പരിക്കേറ്റിട്ടുണ്ട്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നു. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി, യുവമോർച്ചയുടെ ജില്ലാ കമ്മിറ്റിയുടെയും BJPയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ഇപ്പോൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കില്ല എന്നുള്ളതാണ് BJPയും യുവമോർച്ചയും വ്യക്തമാക്കുന്നത്. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ അറസ്റ്റ് ചെയ്യാൻ അതിന് കൂട്ടുനിന്നത് ഈ ഇടതനുകൂല ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ്. വിപിൻ അഭിജിത്ത്, SHO ആയിട്ടുള്ള വിപിൻ, CA അടക്കമുള്ളവർക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ യുവമോർച്ചയുടെയും ഒപ്പം തന്നെ BJPയുടെയും ഒക്കെ ഭാഗത്തു നിന്ന് ഉയരുകയും ചെയ്തത്. അതെ, വലിയ പ്രതിഷേധമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ R സുഗതനെ കള്ളക്കേസിൽ ഉൾപ്പെടുത്തി അറസ്റ്റ് ചെയ്ത പാതിരാത്രി വീട്ടിൽ നിന്നും വെടിവെച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് പിടിച്ചുകൊണ്ടുപോയ പോലീസ് നടപടിക്കെതിരെയാണ് ഇപ്പോൾ വലിയ പ്രതിഷേധം ഉയരുന്നത്. ഇതിന് നേതൃത്വം നൽകിയ CI വട്ടിയൂർക്കാവ് CI വിപിൻ്റെ വസതിയിലേക്കാണ് യുവമോർച്ച BJP പ്രവർത്തകർ മാർച്ച് നടത്തിയത്. മാർച്ചിനെ പോലീസ് ജലപീരങ്കി കൊണ്ട് അതിനെ ചെറുക്കുകയാണ്. അതുകൂടാതെ ഏതാനും പ്രവർത്തകരെ ബലമായി അവിടെ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു. ശാലിനി, ഏതൊക്കെ പ്രമുഖ നേതാക്കളാണ് ഈ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകുന്നത്? ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചത് മൂലം ഏതാനും പ്രവർത്തകരെ വാഹനങ്ങളിൽ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തല്ലോ. ഈ സമരം ഇനി ഏത് ഘട്ടത്തിലേക്കാണ് കിടക്കുന്നത്? ആരൊക്കെയാണ് ഈ മാർച്ചിന് നേതൃത്വം നൽകുന്നത്? ശാലിനി. വിനോദ, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കാരണം തലസ്ഥാന ജില്ലയിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി നിൽക്കുന്നത് ഈ ഒരു പ്രതികാര നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇപ്പോൾ ഇടതുപക്ഷത്തിന് ഭരണം സംസ്ഥാന സർക്കാർ തലത്തിൽ നഷ്ടമായി. തൊട്ടു പിന്നാലെ തിരുവനന്തപുരം നഗരസഭയിൽ കഴിഞ്ഞ 45 വർഷം ഉണ്ടായിരുന്ന അവരുടെ കുത്തക ഭരണം അതും നഷ്ടമായതിന് ചുരുക്ക് തീർക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് പല കേസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് ചില പോലീസ് ഉദ്യോഗസ്ഥരെ അതിന് വേണ്ടി സഹായത്തിന്
സഹായത്തിനായി അവർ ഇറക്കിയിട്ടുമുണ്ട്. അതിൻ്റെ ഒരു തുടർച്ച എന്നോണമാണ് ഇപ്പോൾ ഇവിടെ തലസ്ഥാന ജില്ലയിൽ ഉണ്ടായിട്ടുള്ള വാഴോട്ടുകോണം വാർഡിലുണ്ടായിട്ടുള്ള ഈ നടപടി എന്നുള്ളതാണ് BJP പറയുകയും ചെയ്യുന്നത്. ഈ ഘട്ടത്തിലാണ് പ്രതിഷേധം ആളിക്കത്തുന്നത്. നിയമ നടപടി തുടരുന്നതോടൊപ്പം തന്നെ നീതി വേണം അദ്ദേഹത്തിന് എന്നുള്ളതാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, വിനോദ സൂചിപ്പിച്ചതുപോലെ തന്നെ 8-ാം തീയതി രാത്രി 10:00 തിരുവനന്തപുരത്തെ വാഴോട്ടുകോണത്തെ സുഗതന്റെ വീട്ടിലേക്ക് പോലീസ് എത്തുകയും 2 വാഹനത്തിൽ പോലീസ് അവിടെ എത്തി വീട് വളഞ്ഞുകൊണ്ട് അക്രമാസക്തമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിക്കൊണ്ട് വെടിയുതിർത്ത് 2 റൗണ്ട് വീടിന് നേരെ വെടിയുതിർത്ത് ചെറിയ കുട്ടിയടക്കം 8 വയസ്സുകാരനും 14 വയസ്സുകാരനുമായി കുട്ടികളെ അടക്കം മുൾമുനയിൽ നിർത്തി അവരെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് പോലീസ് നടപടി സ്വീകരിച്ചത്. ഇതിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധം ആളിക്കത്തുകയും ചെയ്യുന്നത്. കാരണം വീട്ടിൽ കയറി ഒരു ജനപ്രതിനിധിയെ അറസ്റ്റ് ചെയ്യുന്നത് ഈ തരത്തിലാണോ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ യുവമോർച്ചയും BJPയും ചോദിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും വലിയ രീതിയിൽ പ്രതിഷേധം ആളിക്കത്തുകയാണ് തലസ്ഥാന ജില്ലയിൽ. സുഗതന്റെ അറസ്റ്റ് നീതിപരമല്ല, അദ്ദേഹത്തിനെ കള്ളക്കേസിൽ കുടുക്കി എന്നുള്ളതാണ് BJP ഈ ഘട്ടത്തിലും പറയുന്നത്. ആ രീതിയിൽ തന്നെയാണ് പ്രതിഷേധം ഇപ്പോൾ ആളിക്കത്തുകയും ചെയ്യുന്നത്. ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ച ശേഷവും പ്രവർത്തകർ അവിടെ തടിച്ചുകൂടി തന്നെ നിൽക്കുന്നു. വീട്ടിലേക്കുള്ള മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരിക്കുകയാണ്. അപ്പോഴാണ് അവിടെ ഇത്തരത്തിൽ ജലപീരങ്കി കൊണ്ട് പ്രതിഷേധ സമരത്തെ അടിച്ചമർത്താനുള്ള നീക്കം നടക്കുന്നത്. പ്രവർത്തകർ ഇപ്പോഴും അവിടെ സംഘടിച്ച് നിൽക്കുകയാണോ? ഈ സമരം ഏത് ഘട്ടം വരെ നീളും, അല്ലെങ്കിൽ ഈ സമരം ഇനി തുടർ സമരങ്ങൾ ഏത് നിലയിലാണ്? അത്തരം കാര്യങ്ങൾ ലഭിക്കുന്നുണ്ടോ ശാലിനി? വിനോദ്, എന്തായാലും തുടർ സമരങ്ങൾ നടത്താൻ തന്നെയാണ് BJPയുടെ തീരുമാനം. ഒപ്പം നിയമ നടപടി തുടരാനും BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തീരുമാനമായിട്ടുണ്ട്. കാരണം കടുത്ത പ്രതിഷേധമാണ് ഈ വിഷയത്തിൽ ഉയർന്നിട്ടുള്ളത്. ഒരുപക്ഷെ വാഴോട്ടുകോണം വാർഡിൽ മാത്രം അറിയപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സാധാരണ കൗൺസിലർ അദ്ദേഹം നടത്തി വന്നിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന വാഴോട്ടുകോണം വാർഡ് BJP പിടിച്ചിട്ടുള്ളത്. അപ്പോൾ അക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു അമർഷം അദ്ദേഹത്തിനോട് CPM അനുഭാവികൾക്കും CPMന്റെ MLA അടക്കമുള്ളവർക്കുണ്ട്. എന്തായാലും അതിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ തുടർ സമരം നടത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ BJP ആലോചിച്ച് വരികയാണെന്നുള്ളതാണ്. ഇപ്പോൾ BJPയുടെ കൗൺസിൽ കൂടിയായിട്ടുള്ള പാപ്പനംകോട് സജി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യുകയാണ്. ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിപിന്റെ വീട്ടിലേക്കുള്ള മാർച്ചാണ് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പോലീസിന്റെ നേതൃത്വത്തിലുള്ള ഗുണ്ടായിസമാണ് നടക്കുന്നത്. വാഴോട്ടുകോണം കൗൺസിലറായിട്ടുള്ള ശ്രീ സുഗതനെ അകാരണമായി പോലീസ് മർദ്ദിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു. ഒരു തീവ്രവാദിയെ പിടിക്കും പോലെ രാത്രി സുഗതൻ്റെ വീട്ടിൽ കയറി സുഗതൻ്റെ ഭാര്യയും 2 ചെറിയ കുട്ടികളും ഉണ്ടായിരുന്ന ആ സമയത്ത് വീട്ടിനകത്ത് അതിക്രമിച്ച് കയറി വീട്ടിനകത്ത് വെടിവെപ്പുണ്ടാക്കി ഒരു ദുരൂഹ സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് ഒരു വലിയ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് പോലീസ്. വട്ടിയൂർക്കാവിൽ വിപിൻ ഇവിടെ സർക്കിളായി വന്നതിന് ശേഷം തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വിപിൻ ഈ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ചാർജ് എടുക്കുന്നത്. വട്ടിയൂർക്കാവ് പോലീസിൽ സർക്കിളായി ചാർജ് എടുത്ത അന്ന് മുതൽ തന്നെ ഈ പ്രദേശത്ത് CPMന്റെ ചട്ടുകമായിട്ടാണ് വിപിൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് നടന്ന സമയത്തും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ മൈക്ക് ഓഫ് ചെയ്യാൻ പറയുകയും CPMന് വേണ്ട ഒത്താശ കൊടുക്കുകയും ചെയ്ത സാഹചര്യം ഇവിടെ ഉണ്ടായി. ഇത്തരത്തിൽ പോലീസുകാരെ മാറ്റി നിയമിക്കുന്നത് പക്ഷപാതപരമായി പെരുമാറാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ വിപിൻ ഇവിടെ വന്നത് ഇവിടെ മുൻ MLA ആയിട്ടുള്ള പ്രശാന്തിന് ഈ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ ജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കളമൊരുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ട് കഴിഞ്ഞ 3-4 മാസങ്ങളായിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്തൊക്കെ ചെയ്യാൻ പാടില്ലയോ ആ കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ട് ഈ വട്ടിയൂർക്കാവ് പ്രദേശത്ത് ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്കറിയാം, പോലീസ് നിയമം പാലിക്കേണ്ടവരാണ്, ക്രമസമാധാനം നടപ്പിലാക്കേണ്ടവരാണ്. പക്ഷേ വിപിൻ്റെ നേതൃത്വത്തിൽ ഈ പ്രദേശത്ത് അക്രമം അഴിച്ചുവിടുകയാണ് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കാൻ നമുക്കറിയാൻ സാധിക്കും. ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കളുണ്ട്. കഴിഞ്ഞ ഒരു 4-5 മാസക്കാലമായി ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കൾക്കും മറ്റ് രാഷ്ട്രീയ BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ആൾക്കാർക്കും
ഈ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ എത്ര സമരങ്ങളാണ് നടത്തിയിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരു പ്രദേശത്തെ മുഴുവൻ പ്രശ്നമാക്കി മാറ്റുന്ന ഒരു രീതിയാണ് വിപിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭാരതീയ ജനതാ യുവമോർച്ച ഇന്ന് വിപിൻ്റെ വീട്ടിലേക്ക് അതിശക്തമായിട്ടുള്ള ഒരു മാർച്ചാണ് നടത്തിയത്. നമുക്കറിയാം, ഈ മാർച്ച് ഇവിടെ എത്തിയപ്പോൾ തന്നെ പോലീസ് തടഞ്ഞു. പോലീസ് തടഞ്ഞിട്ട് ജലപീരങ്കി പ്രയോഗിച്ചു. നമ്മളൊന്ന് നോക്കൂ, ഒരു 5 മീറ്റർ പോലും ദൂരമില്ല ഈ ജലപീരങ്കി ഈ പ്രവർത്തകർ നിൽക്കുന്ന സ്ഥലവും തമ്മിൽ. വളരെ ശക്തമായിട്ട് ജലപീരങ്കി അടിച്ച് നമ്മുടെ പ്രവർത്തകർക്ക് ഇന്ന് പരിക്കേറ്റ് അവരെ ആശുപത്രിയിൽ കൊണ്ടുപോയിരിക്കുകയാണ്. ആ ചെളിവെള്ളമാണ് അടിച്ചിരിക്കുന്നത്. ഈ ആമയഞ്ചാൻ തോട്ടിൽ കിടക്കുന്ന ചെളിവെള്ളം കോരിക്കൊണ്ടുവന്ന് ഇവിടുത്തെ BJP പ്രവർത്തകരുടെ നേരെയാണ് ഇന്നിവിടെ ഈ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത്. പോലീസ് ഇത്രയും നെറികെട്ട പ്രവർത്തനം നടത്തുകയാണ്. നമുക്കറിയാം, ഇവിടെ ഭരണം മാറി. രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ആഭ്യന്തര വകുപ്പ് വന്നു. പക്ഷേ ഇവിടുത്തെ പോലീസ് മാറിയിട്ടില്ല. ഇവിടുത്തെ പോലീസ് ഇപ്പോഴും CPMൻ്റെ ചട്ടുകമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അത് പ്രത്യേകിച്ച് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ CPMൻ്റെ ചട്ടുകമായിട്ടാണ് CI വിപിനും ഇവിടുത്തെ പോലീസുകാരും പ്രവർത്തിക്കുന്നത്. അതിനെതിരെയാണ് BJP യുവമോർച്ച ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി വന്നിരിക്കുന്നത്. ഇത് ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുമെന്ന് വിചാരിക്കേണ്ട. കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഇത്തരത്തിൽ അതിശക്തമായിട്ടുള്ള സമരം നടക്കാൻ പോവുകയാണ്. വിപിൻ്റെ അങ്ങ് നാട്ടിൽ ചെങ്ങന്നൂർ വരെ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ പടിക്കലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയും യുവമോർച്ചയും അതിശക്തമായിട്ടുള്ള സമരവുമായി വരും ദിവസങ്ങളിൽ എത്തിച്ചേരും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അങ്ങനെ BJP പ്രവർത്തകരെയൊക്കെ പിടിച്ച് ജയിലിലടച്ച്, അകാരണമായി പിടിച്ച് ജയിലിലടച്ച് മർദ്ദിച്ചിട്ട് അങ്ങനെ വിപിൻ നല്ല രീതിയിൽ അങ്ങനെ കേരളത്തിൽ ഒരിടത്തും ജോലി ചെയ്ത് ജീവിക്കാമെന്ന് വിചാരിക്കേണ്ട. അതിശക്തമായിട്ടുള്ള പ്രതിഷേധം യുവമോർച്ചയുടെ ഭാഗത്തുനിന്നുണ്ടാകും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുഗതനെതിരെ കേസുകൾ ചുമത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒരു പോലീസിനെ വിളിച്ചാൽ പോലും സ്റ്റേഷനിൽ ഹാജരാകുന്ന വ്യക്തിയാണ് അദ്ദേഹം ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ടി വളരെ നല്ല കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ് അദ്ദേഹത്തെ വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി ഈ പ്രദേശത്തെ ജനങ്ങൾ വിജയിപ്പിച്ചത്. അപ്പോൾ ഈ പ്രദേശത്തെ ജനങ്ങളെയും കൂടി വെല്ലുവിളിക്കുകയാണ് പോലീസ്. ഇവിടുത്തെ ജനാധിപത്യ പ്രക്രിയയ്ക്ക് യാതൊരു വിലയുമില്ല. ഇവിടെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധിക്ക് ഇവിടെ യാതൊരു വിലയുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഈ തിരുവനന്തപുരത്ത് ഈ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ അതിശക്തമായിട്ടുള്ള സമരമാണ് വരാൻ പോകുന്നത്. ഒരു കാപ്പ കേസ് പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട യാതൊരു നടപടിക്രമങ്ങളും ഇവിടെ പോലീസ് പാലിച്ചിട്ടില്ല. അദ്ദേഹത്തിന് കാപ്പ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള നോട്ടീസ് പോലും കൊടുത്തില്ല. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുചെന്നതിന് ശേഷമാണ് നിങ്ങൾ കാപ്പ കേസിൽ പ്രതിയാണ് എന്നുള്ള നോട്ടീസ് പോലും ഒപ്പിട്ട് വാങ്ങിച്ചിരിക്കുന്നത്. ഇങ്ങനെ കേരളത്തിൽ മൊത്തം ഒരു നിയമം നിൽക്കുമ്പോൾ എന്താണ് വട്ടിയൂർക്കാവ് പോലീസിന് മാത്രം ഒരു പ്രത്യേക നിയമം? വിപിൻ വിചാരിച്ചത് അങ്ങനെ വിപിൻ 2-3 ദിവസം കൂടെ ഈ വട്ടിയൂർക്കാവ് സ്റ്റേഷനകത്തുള്ളൂ. അതിനിടയ്ക്ക് ഇവിടെ കുറേ അക്രമങ്ങൾ നടത്തി അങ്ങ് പോകാമെന്നാണ് വിചാരിച്ചത്. വിപിൻ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ നിരവധി അക്രമ സംഭവങ്ങൾ പോലീസിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട്. അത് പിണറായി സർക്കാർ ഇരിക്കുന്ന സമയത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആഹ്വാനം നൽകിയിട്ടാണ് ആ പരിപാടികളൊക്കെ നടത്തിയത്. പക്ഷേ ഇന്ന് നമ്മളൊരു കാര്യം ആലോചിക്കണം, ആ പോലീസുകാരൊക്കെ ഇന്ന് കേരളത്തിൽ നെട്ടോട്ടം ഓടുകയാണ് പല കേസുകളിലും പെട്ടുകൊണ്ട്. വിപിൻ്റെ അവസ്ഥയും മറ്റൊന്നായിരിക്കില്ല. അത് അതിശക്തമായിട്ടുള്ള പ്രതികരണം വിപിൻ്റെ ഭാഗത്ത് ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. നമ്മൾ കണ്ടു, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ED ഉദ്യോഗസ്ഥർ പിണറായി വിജയൻ്റെ വീട്ടിൽ റെയ്ഡുമായി വന്ന സമയത്ത് ഈ വട്ടിയൂർക്കാവ് പ്രദേശത്തുള്ള അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരത്തിലുള്ള കാപ്പ കേസ് പ്രതികളും ക്രിമിനലുകളും എല്ലാവരും കൂടി വന്നിട്ട് ആ ED ഉദ്യോഗസ്ഥരുടെ വണ്ടി തല്ലി തകർത്തു. അന്ന് ഈ ജലപീരങ്കി ഒന്നും കണ്ടില്ല. നമ്മൾ ഈ പോലീസുകാരുടെ തോക്കും കണ്ടില്ല, ലാത്തിയും കണ്ടില്ല, ഒന്നും കണ്ടില്ല. അങ്ങനെ CPMകാർക്ക് അഴിഞ്ഞാടാനുള്ള എല്ലാ സൗകര്യവും ഇവിടുത്തെ പോലീസ് ഒരുക്കി കൊടുക്കുകയാണ്. യാതൊരു നടപടിയും അവർക്കെതിരെ എടുക്കുന്നില്ല. ഈ ED ആക്രമണ കേസിലുള്ള നിരവധി ആൾക്കാർ ഇന്ന് ഈ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷന് മുന്നിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഇവിടുത്തെ ഒരു വലിയ നേതാവ് പറയുന്നു, നിങ്ങളെല്ലാവരും ഈ പ്രദേശത്തുള്ള മുഴുവൻ DYFIയുടെ ആൾക്കാരും നേരെ ബേക്കറി ജംഗ്ഷനിൽ വരണം, ED ഉദ്യോഗസ്ഥരെ തടയണമെന്നുള്ള ശബ്ദ സന്ദേശം ഉണ്ടായിട്ട് പോലും അവരെ ആരെയും അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകുന്നില്ല. അതുപോലെ തന്നെ ഇതിന് തൊട്ട് മുമ്പ് നടന്ന അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി CPM ഇവിടുത്തെ നേതാക്കൾ, ബ്രാഞ്ച് സെക്രട്ടറിമാർ അതിൽ പ്രതിയാണ്. അവരെ ആരെയും അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകുന്നില്ല. ഇത് ഏകപക്ഷീയമായിട്ടുള്ള നടപടിയാണ് CPMൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ ഭാരതീയ ജനതാ പാർട്ടിയും യുവമോർച്ചയും അതിശക്തമായിട്ട് ചെറുക്കും.
ഈ കേരളത്തിൽ എവിടെ വിപിൻ ജോലി ചെയ്യാൻ പോയാലും അവിടെയെല്ലാം നിങ്ങളുടെ പുറകിൽ യുവമോർച്ചയുടെ പ്രവർത്തകർ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വട്ടിയൂർക്കാവിലാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ ആർ സുഗതനെ കള്ളക്കേസിൽ ഉൾപ്പെടുത്തി അറസ്റ്റ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥൻ CI വിപിൻ്റെ വസതിയിലേക്ക് യുവമോർച്ച BJP പ്രവർത്തകർ നടത്തിയ മാർച്ചും അതിനെ തുടർന്നുള്ള പ്രതിഷേധ യോഗവുമാണ് പ്രേക്ഷകർ തത്സമയം കണ്ടത്.